Hello friends, എല്ലാവർക്കും SumiS Tasty Kitchen എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപക്ഷേ നിങ്ങൾ ഇതുവരെയ്ക്കും കണ്ടിട്ടില്ലാത്ത ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ്. കാണാൻ മാത്രമല്ല കാണുന്നതിനേക്കാൾ ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത്ര രുചിയുള്ളൊരു കേക്കാട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം, പ്രത്യേകിച്ച് പാർട്ടിയിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റമാണ് നമ്മളിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടി ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്കത് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാർ എടുക്കുക. ഒട്ടും തന്നെ നനവ് കാണരുത്, നല്ല ഡ്രൈ ആയിരിക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കപ്പളവില്ലെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലാസ് എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 4 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. 1 മിനിറ്റ് സമയം എടുത്തൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. അപ്പം ഞാൻ 1 മിനിറ്റ് സമയം എടുത്തൊന്ന് ബ്ലെൻഡ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ 3/4 കപ്പ് അളവിൽ ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1.25 ടീസ്പൂൺ അളവിൽ വാനില എസെൻസ് ചേർത്തിട്ടുണ്ട്. നല്ല ഡാർക്ക് വാനില ആണെങ്കിൽ ഇത്രയും ചേർക്കരുത്, ഒരു 1/2 ടീസ്പൂൺ തികച്ച് വേണ്ട. അപ്പോൾ ഇത്രയും കൂടിയിട്ട് ഒന്നുകൂടി ഞാനൊരു 2 മിനിറ്റ് സമയം എടുത്ത് ഹൈ സ്പീഡിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു അരിപ്പ വെച്ചതിന് ശേഷം 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് ഇതിലേക്ക് അങ്ങ് അരിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഒരു പ്രശ്നമില്ല. 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്തോളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ എല്ലാ മൈദയും കൂടെ ഞാൻ ഒറ്റയടിക്ക് ഇതിലേക്ക് ചേർക്കുന്നില്ല. ഫസ്റ്റിൽ കുറച്ച് അരിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി നമുക്ക് ഇതുപോലെ അങ്ങ് അരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ബാക്കി കൂടിയിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ചെയ്യാതെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ പാടുള്ളൂ കേട്ടോ. മിക്സ് ചെയ്തുകൊണ്ടിരിക്കവേ തന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനേക്കായി കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ തികച്ച് സോഡാപ്പൊടി ഞാൻ എടുത്തിട്ടില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ബേക്കിംഗ് പൗഡർ ഇല്ലാത്തവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണ്ട, അത് ഓവറാണ്. ഒരു 1/4 ടീസ്പൂണും ഒരു കുറച്ചുകൂടി ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എല്ലാ വശത്തേക്കും എത്തണം. അതുകൊണ്ടാണ് മൈദ മിക്സ് ആവുന്നതിന് മുന്നേ തന്നെ അത് ഒഴിച്ചത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയ ശേഷം നമുക്ക് ഒരു 7 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ ടിന്നിലേക്ക് നമുക്ക് ഈ ഒരു കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഓവനിലാണെങ്കിൽ 165 ഡിഗ്രിയിൽ ഒരു 40 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാതാണെങ്കിൽ നമുക്ക് ഏത് വിധേനയും ഇത് ബേക്ക് ചെയ്യാം. നമുക്ക് സോസ് പാനിൽ ഈ കേക്ക് ബാറ്റർ ഡയറക്റ്റായിട്ട് ഒഴിച്ച് വേണേൽ ബേക്ക് ചെയ്യും. ഒരുപാട് വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കുക്കറിലോ ഇതുപോലെ നല്ല കട്ടിയുള്ള സോസ് പാനിലോ വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് പൊങ്ങി നല്ലപോലെ വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് തണുത്ത പാല്, ഒരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം, നമ്മുടെ കേക്കിൻ്റെ വിപ്പിംഗ് ക്രീം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. SumiS ടേസ്റ്റി കിച്ചൻ കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാം. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമുക്ക് സോക്ക് ചെയ്യാൻ ഈ ഒരു രീതിയിലും സോക്ക് ചെയ്യാം. ഇല്ല ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ വെറും പാല് മാത്രം വെച്ചിട്ടും സോക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നമുക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കേക്ക് ഞാനിത് ഈ ടിന്നിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലുള്ള ടിന്ന് തന്നെ ഇത് ചെയ്യാൻ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് ഏത് ടിന്നിൽ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്നും കുറച്ച് കേക്ക് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ടൊരു 2 ലെയറായിട്ട് മാത്രമേ ഞാൻ ഈ കേക്ക് കട്ട് ചെയ്ത് എടുക്കുന്നുള്ളൂ.
അപ്പോൾ എന്തായാലും ഇത് കേക്ക് 2 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു സൈഡിലേക്ക് വെച്ചു. ഇനി വിപ്പിംഗ് ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ല തണുപ്പുണ്ട്. നമ്മളിത് ഓവറായിട്ട് കേക്കിൽ ചെയ്യുന്ന പോലെയല്ല ചെയ്യുന്നത്. ജസ്റ്റ് ബീറ്റ് ചെയ്ത് ഒന്ന് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഓവർ ബീറ്റും ചെയ്യേണ്ട. ഇപ്പം ഒന്ന് സോഫ്റ്റായിട്ട് വിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. പ്രത്യേകിച്ച് പഞ്ചസാര പൊടിച്ചതൊന്നും തന്നെ ചേർക്കേണ്ട. കാരണം കണ്ടൻസ്ഡ് മിൽക്കിൽ മധുരമുണ്ട്. ഞാനപ്പോൾ ഇപ്പോൾ ചെയ്തെടുത്ത കണ്ടൻസ്ഡ് മിൽക്ക് ആട്ടോ. ഇതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് വാനില എസൻസ് കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ഓവർ ബീറ്റ് ചെയ്യല്ലേ. കാരണം നമ്മളിത് ഐസ്ക്രീമിൻ്റെ ആ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. അല്ലാതെ നമ്മൾ ഇത് വിപ്പിംഗ് ക്രീം ആക്കി എടുക്കുന്നില്ല. ജസ്റ്റ് ഐസ്ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ മാത്രമേ വിപ്പ് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഡ്രൈഡ് ആയിട്ടുള്ള ഗ്രേപ്സ് ആണ്. അത് ഞാനൊരു 1/4 കപ്പ് ചേർത്തു. അതുപോലെ തന്നെ 1/4 കപ്പ് ചോക്ലേറ്റ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തല്ല, ചെറുതായിട്ട് പീസാക്കി എടുത്തതാണ്. പിന്നെ ഞാൻ ഒരു 1/4 കപ്പ് നട്ട്സ്, വാൾനട്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമോ അണ്ടിപ്പരിപ്പോ അങ്ങനെ ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും കൂടിയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. അല്ലാതെ നമ്മുടെ ക്രീം നല്ല വിപ്പായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിലേക്ക് കുറച്ച് ബദാം ക്രഷ് ചെയ്തത് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. അപ്പം നമ്മുടെ ടിന്നിലേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ പാലും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത ആ ഒരു മിക്സില്ലേ, അതൊഴിച്ച് നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. കംപ്ലീറ്റ് പകുതി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പകുതി ഇതിൽ ചേർക്കുക, പകുതി ബാക്കി കേക്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ആ പാലൊക്കെ നന്നായിട്ട് ഇതിലേക്ക് അങ്ങ് ചേരട്ടെ. എന്നതിന് ശേഷം വേണം നമുക്ക് ക്രീം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ക്രീം ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ പാൽ ഇത്രയും നന്നായിട്ട് കുതിർത്ത് വെച്ചതുകൊണ്ട് തന്നെ നമ്മളിത് ഫ്രീസറിൽ വെച്ചാണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേക്ക് ഹാർഡായി പോകുമെന്ന് വിചാരിക്കേണ്ട. ഹാർഡായി പോവുകയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കട്ടിക്ക് തന്നെ കുറച്ച് ക്രീം നമുക്കിതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഐസ്ക്രീമിൻ്റെ ഒരു ടെക്സ്ചറാണ്. ശരിക്കും ഒരു ഐസ്ക്രീം കേക്ക് പോലെയാണ് കേട്ടോ ഈ കേക്ക് ഇരിക്കുന്നത്. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. നമ്മുടെ ആദ്യത്തെ കേക്ക് സോക്ക് ചെയ്ത പോലെ തന്നെ ഈ കേക്കും സോക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ബാക്കി പാല് മുഴുവൻ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്രയും പാൽ ഇതിലേക്ക് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ഹാർഡായി പോവുകയില്ല, ടേസ്റ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ ബാക്കി പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി ബാക്കി ക്രീം കൂടി വെച്ചിട്ട് ഒന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ മുകളിൽ കൂടിയിട്ട് ഇതുപോലെ ക്രീം വെച്ചതിന് ശേഷം നമ്മൾ നേരെ അങ്ങ് ഫ്രീസറിലാണ് വെക്കുന്നത്. ഒരു 4-5 മണിക്കൂർ ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ നിന്നും ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രീസറിൽ വെച്ചാൽ ആ ക്രീം സെറ്റായിട്ട് വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഫ്രീസറിൽ വെക്കാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഈ ടിന്ന് ഇതുപോലെ പുറത്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് പുറത്തെടുത്ത് വെക്കുക കേക്ക്. എന്നിട്ട് വേണം ഇത് തുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതുപോലുള്ള ടിന്നില്ലെങ്കിൽ പുഡിംഗ് ട്രേയിൽ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ എന്തെങ്കിലും ടിന്നിലൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യാം. ജസ്റ്റ് അതിൽ നിന്നും തന്നെ കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ടല്ലേ. കഴിക്കാനും സൂപ്പറാണ്. കേക്കൊക്കെ സൂപ്പർ സോഫ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചോക്ലേറ്റ്, അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ചോക്ലേറ്റ് ആണ്. നമുക്കിതിൻ്റെ ചുറ്റിനായിട്ട് റൗണ്ട് പോലെ ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് നട്ട്സും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടമാവും. അത്ര രുചിയാണ് ഈ കേക്കിനുള്ളത്. നിങ്ങൾ ഇതുവരെയും പരീക്ഷിക്കാത്ത ഒരു പുതിയൊരു കേക്കാണിത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മടിക്കാതെ തന്നെ ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഇപ്പം തന്നെ ഒന്ന് പ്ലീസ് പ്രസ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ പറ്റുന്നവർ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യൂ കൂടി കാണിച്ചു തരാം.